യെശയ്യാപ്രവചനം 58 അധ്യായം 6 വാക്യം. അന്യായ ബന്ധനങ്ങളെ അഴിക്കുക. പ്രിയപ്പെട്ടവരെ, നാം ഒരു നോമ്പ് കാലത്തിലേക്ക് വീണ്ടും പ്രവേശിച്ചിരിക്കുകയാണ്. ഈ കാലഘട്ടത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടതായ പ്രധാന വിഷയം, ഇന്നത്തെ സാമൂഹ്യ പശ്ചാത്തലത്തിൽ അനേകം അമിക്കയറുകളെ അഴിക്കേണ്ടതായിട്ടുണ്ട്. ഈ നോമ്പിലേക്ക് പ്രവേശിക്കുന്നതിന് തൊട്ടു മുൻപായിട്ട് കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ നമ്മൾ കണ്ടതും കേട്ടതും വാർത്തകളിൽ നിറഞ്ഞു നിന്നതുമായിട്ടുള്ള പ്രധാന വിഷയം, ഒരു കുടുംബത്തിലെ മാതാപിതാക്കൾ ഉൾപ്പെടെ നിരവധി പേരെ കൊല്ലുക. അതുപോലെ തന്നെ മറ്റൊരു വാർത്ത, തൻ്റെ സുഹൃത്തുക്കൾ അല്ലെങ്കിൽ സ്കൂളിൽ പഠിക്കുന്ന കൂട്ടുകാർ അവർ ഒരു കുട്ടിയെ മർദ്ദിച്ച് അവശനാക്കി കൊന്നു കളയുന്ന അവസ്ഥ. അതുപോലെ ലഹരി വളരെ വ്യാപകമായി തീർന്നുകൊണ്ട് ലഹരി ഉപയോഗിക്കുന്ന യുവതി യുവാക്കൾ, അങ്ങനെയുള്ള ആളുകൾ, പ്രത്യേകിച്ചും കുട്ടികൾക്കിടയിൽ സ്കൂൾ പരിസരത്ത്, സ്കൂളുകളിൽ ഇതുമായി ബന്ധപ്പെട്ട വാർത്തകൾ, അതിലൂടെ ഉണ്ടായിട്ടുള്ള ആ ഒരു ഇമ്പാക്റ്റ് ഒക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഒരുപാട് ദുഃഖകരമായിട്ടുള്ള ഒരു സാമൂഹ്യ പശ്ചാത്തലത്തിലാണ് ഇത്തവണ നമ്മൾ നോമ്പിലേക്ക് പ്രവേശിച്ചിരിക്കുന്നത്. മുമ്പെങ്ങും കണ്ടിട്ടില്ലാത്ത വിധത്തിൽ അത് അധികമായി എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കും. യെശയ്യാവ് പറയുകയാണ്, നുകത്തിന്റെ അമിക്കയറുകളെ അഴിക്കുക, അന്യായ ബന്ധനങ്ങളെ അഴിക്കുക. ലഹരിയുടെ നുകം പേറി നടക്കുന്നവർ, അതുപോലെ തന്നെ മറ്റ് അനേക വിഷയങ്ങൾ, അഴിമതി, പണം, സമ്പത്ത്, നമുക്ക് അറിയാം. അനേകം നുകം കർത്താവിന് വിരോധമായിട്ടുള്ള, ദൈവവചനത്തിനെതിരായിട്ടുള്ള, ദൈവവചനം അനുശാസിക്കാത്ത അനേകം നുകം പേറി, തിന്മയുടെ നുകം പേറി നടക്കുന്നവരുണ്ട്. സമ്പത്തിനോടുള്ള അത്യാഗ്രഹം, അതുപോലെ തന്നെ പങ്കുവെക്കലിന് താല്പര്യമില്ലായ്മ. ഈ വേദഭാഗം നമ്മളോട് പറയുന്നു, യഥാർത്ഥ നോമ്പ് എന്ന് പറയുന്നത് എന്താണ്? അത് ഒരു വ്യക്തിയിൽ തുടങ്ങി കുടുംബത്തിലേക്കും സഭയിലേക്കും സമൂഹത്തിലേക്കും വ്യാപിക്കുന്നതും, നല്ല ഒരു സമൂഹത്തെ സൃഷ്ടിച്ചെടുക്കുന്നതും, നല്ല ഒരു തലമുറയെ സൃഷ്ടിച്ചെടുക്കുന്നതുമാണ് എന്ന് ഈ ഭാഗത്ത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ആ ഭാഗം നാം വായിക്കുമ്പോൾ ഇപ്രകാരം കർത്താവ് അരുളി ചെയ്യുന്നതായിട്ട് നാം മനസ്സിലാക്കുന്നു. എനിക്ക് ഇഷ്ടമുള്ള നോമ്പും മനുഷ്യന് ആത്മതപനം ചെയ്യുന്ന ദിവസവും ഇങ്ങനെയുള്ളതോ? തലയെ വേഴ്ത്ത പോലെ കുനിക്കുക, രട്ടും വെണ്ണീരും വിരിച്ചു കിടക്കുക, ഇതാകുന്നുവോ ഉപവാസം? ഇതിനോ നീ നോമ്പെന്നും യഹോവയ്ക്ക് പ്രസാദമുള്ള ദിവസമെന്നും പേർ പറയുന്നത്? മനുഷ്യൻ ചെയ്യുന്ന ചില കാര്യങ്ങൾ, അവന്റെ വിശ്വാസവുമായി ബന്ധപ്പെട്ട് അവന് ശീലമായി പോയിട്ടുള്ള ചില കാര്യങ്ങൾ, നോമ്പ് എന്ന് പറയുന്നത് അനുവർത്തിക്കേണ്ട, എല്ലാ വർഷവും ചെയ്യേണ്ടിയ ഒരു പുണ്യമെന്ന് മാത്രം ചിന്തിക്കുന്ന ആളുകൾ, അത് കഴിയുവാൻ കാത്തിരിക്കുന്നവർ, പഴയ ജീവിതത്തിലേക്ക് വീണ്ടും തിരിച്ചു പോകുന്നവർ ശ്രദ്ധിക്കേണ്ടത് ഇതാണ്. ഇതൊന്നുമല്ല നോമ്പ്. നോമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്: സമൂഹത്തിലെ അന്യായ ബന്ധനങ്ങളെ അഴിക്കുക, നുകത്തിന്റെ അമിക്കയറുകളെ അഴിക്കുക, പീഡിതരെ സ്വതന്ത്രരായി വിട്ടയക്കുക, എല്ലാ നുകത്തെയും തകർക്കുക. ഇതല്ലയോ എനിക്ക് ഇഷ്ടമുള്ള ഉപവാസം? വിശപ്പുള്ളവന് നിന്റെ അപ്പം നുറുക്കി കൊടുക്കുന്നതും, അലഞ്ഞു നടക്കുന്ന സാധുക്കളെ നിന്റെ വീട്ടിൽ ചേർത്തുകൊള്ളുന്നതും, നഗ്നനെ കണ്ടാൽ അവനെ ഉടുപ്പിക്കുന്നതും, നിന്റെ മാംസരക്തങ്ങളായിരിക്കുന്നവർക്ക് നിന്നെ തന്നെ മറയ്ക്കാതിരിക്കുന്നതും അല്ലയോ? നമ്മുടെ വിഭവങ്ങൾ, നമുക്കുള്ള എന്തും പങ്കുവെക്കുവാനായിട്ട് കർത്താവ് ഈ വാക്യത്തിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുക. പ്രത്യേകിച്ചും വിശന്നിരിക്കുന്നവന് ആഹാരം നൽകുക, നഗ്നനായിരിക്കുന്നവനെ ഉടുപ്പിക്കുക, മാംസരക്തങ്ങളായിരിക്കുന്നവർക്ക് നിന്നെ തന്നെ മറയ്ക്കാതിരിക്കുക, അവർക്ക് വേണ്ടിയൊക്കെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക. ഇങ്ങനെ ഒരു പങ്കുവെക്കലിന്റെ അനുഭവം നമുക്ക് ഇവിടെ കാണുവാനായിട്ട് സാധിക്കും. ഇതാകുന്നു നോമ്പ് എന്ന് കർത്താവ് ഈ ഭാഗത്തിലൂടെ നമ്മളോട് അരുളി ചെയ്യുകയാണ്. ഏതായാലും ഈ വർഷത്തെ നോമ്പ് നമുക്ക് വീണ്ടും ഒന്ന് ചിന്തിക്കുവാനും, നുകത്തിന്റെ അമിക്കയറുകളെ അഴിക്കുവാനും, അതിനെ അറുക്കുവാനും, പുതിയൊരു സമൂഹ സൃഷ്ടിക്ക് പാത്രമായി തീരുവാനും ദൈവം നമ്മളെ ഉപയോഗിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന നല്ല ദൈവമേ, സ്വാതന്ത്ര്യത്തിനായിട്ട് ഞങ്ങളെ വിളിച്ചു, സ്വാതന്ത്ര്യം മറ്റുള്ളവർക്ക് കൊടുക്കുവാൻ, അധ്വാനിക്കുവാൻ ഞങ്ങളെ ശുശ്രൂഷയ്ക്കാക്കിയിരിക്കാൻ സ്തോത്രം. ഞങ്ങൾ ചിന്തിച്ച പ്രകാരം ഇന്ന് സമൂഹത്തിൽ വ്യാപിച്ചിരിക്കുന്ന ലഹരിയുടെ അല്ലെങ്കിൽ മറ്റ് പല ദൂഷ്യ ശീലങ്ങളുടെയും അമിക്കയറുകളിൽ നിന്ന് യുവാക്കളെ, യുവതികളെ, എല്ലാ മനുഷ്യരെയും, അപ്രകാരം ശീലമുള്ള എല്ലാവരെയും വിടുവിക്കുവാൻ വലിയൊരു ദൗത്യം ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നു. അത് കൃത്യമായി നിർവഹിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഈ നോമ്പ് കാലഘട്ടം അതിനായിട്ട് പരിശീലിക്കുവാൻ ഞങ്ങളെ സഹായിക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.